എന്തുകൊണ്ടാണ് ഷുഗർ രോഗത്തിന് മരുന്ന് കഴിച്ചതിന് ശേഷം പലരുടെയും ശരീര അവയവങ്ങൾ മുറിക്കപ്പെടുന്നത്? എനിക്ക് തോന്നിയതാണ് കേട്ടോ. അതായത് നമ്മളെ നിലവിലുള്ള ശരീരത്തിലെ സ്ഥിരമായുള്ള ഉപ്പിലെ കയ്പ്പ്, അതിന് പുറമെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കയ്പ്പ്, ഇതിൻ്റെ അളവ് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പുളിപ്പിൻ്റെ അളവ് കുറയും. കുറേ കൊഴുപ്പിൻ്റെ, രക്തത്തിലെ കൊഴുപ്പ് ഉൾപ്പെടെയുള്ള കൊഴുപ്പിൻ്റെ അളവ് കുറയുന്നു. കൊഴുപ്പിൻ്റെ അളവ് കുറഞ്ഞാൽ, അല്ലെങ്കിൽ പുളിപ്പിൻ്റെ അളവ് കുറഞ്ഞാൽ നമ്മളെ ശരീരത്തിൽ മധുരത്തിൻ്റെ അളവ് കൂടും. മധുരത്തിൻ്റെ അളവ് കൂടുമ്പോൾ നിലവിലുള്ള രക്തം കൊണ്ട് നമ്മൾ പുതിയ ശരീരത്തിലെ മാംസത്തെ നിർമ്മിക്കാനൊക്കാതെ വരും. അതായത് അതുകൊണ്ടാണ് ഷുഗർ രോഗം പിടിപെട്ടാൽ ആൾക്കാർ കൂടുതലും ശരീരം ശോഷിക്കുക എന്നൊക്കെ പറയും. ഇതിന് പുറമെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമല്ലോ. ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്ക് ശരീരം ചില അസ്വസ്ഥതകളൊക്കെ തോന്നിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേക്ക് പഞ്ചസാരയുടെ അളവ് കൂടിയതായിട്ട് പറയുകയും ഒരു മരുന്ന് എഴുതിക്കുകയും ചെയ്യും. അതായത് നിലവിലുള്ള ഉപ്പിലെ കയ്പിന് പുറമെ ഭക്ഷണത്തിലെ കയ്പും, അതിന് പുറമെ മരുന്നിലെ കയ്പും. ഈ മരുന്നിലെ കയ്പിൻ്റെ അളവും കൂടെ കൂടുമ്പോഴത്തേക്ക് സാധാരണ നിലവിലുള്ള രക്തം നേരത്തെ ഉള്ള അത്ര പോലും ഗുണനിലവാരമില്ലാതാവും. നേരത്തെ ഉള്ള രക്തത്തിനാണെങ്കിൽ നമ്മൾ മാംസത്തെ പുതിയത് കൂടുതലായി നിർമ്മിക്കാൻ കഴിയാത്ത അവസ്ഥ വരിക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാംസത്തെ സംരക്ഷിക്കാനുള്ള കഴിവുണ്ടായിരുന്നു, അല്ലെങ്കിൽ ചെയ്യാതെയൊക്കെ നോക്കാനുള്ള കഴിവുണ്ടായിരുന്നു. മരുന്നിലെ കയ്പും കൂടെ വന്നപ്പോൾ നമ്മളെ ശരീരത്തിലെ നിലവിലുള്ള രക്തത്തിന് മാംസത്തെ സംരക്ഷിക്കാനൊക്കാത്ത അവസ്ഥ വരുന്നു. ഇത് കാരണമാണ് നമ്മളെ കാല് പോലുള്ള ശരീരവയവങ്ങൾ, കൈകാലുകൾ അതുപോലുള്ള ശരീരവയവങ്ങൾ ചീഞ്ഞാൽ പിന്നെ മുറിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. അതിന് ശേഷം പിന്നെ പലരിലും പെട്ടെന്ന് തന്നെ ഒരുപാട് നാളുകളൊക്കെ ഉണ്ടാവുമെന്തോ മരിച്ചു പോവുകയും ചെയ്യും, മരണം സംഭവിക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ആ കാല് മാത്രമല്ല, പിന്നെ അങ്ങോട്ടുള്ള ശരീരഭാഗങ്ങളിലുമൊക്കെ കുറച്ച് കേടുപാടുകളൊക്കെ സംഭവിക്കും. അത് മരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമായിരിക്കുമല്ലോ ഷുഗറിൻ്റെ. അത് കാരണം ഇത് എനിക്ക് തോന്നിയതാണ്.